സമയം 6 മണി. നമ്മൾ എൻ്റെ വീട്ടിൽ പോവാം. എൻ്റെ വീട് വന്നിട്ട് കൊടുങ്ങല്ലൂർ. നമ്മൾ 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നു. 6:30 ബസ്സുണ്ട്. ആ ബസ്സിൽ നമ്മൾ പോകും. ഇവിടെ ഒരാൾ റെഡി ആയിട്ടിരുന്ന് ചായ കുടിക്കുന്നു. ഇത് നമ്മളെ വീട്ടിലേക്കുള്ളൊരു പാർസലാണ്. കോണിക്കറി. ഈ ഡ്രസ്സ് ഞാൻ വർക്ക് ചെയ്തതോ എംബ്രോയ്ഡറി ചെയ്തതോ. നമുക്ക് എവിടെ പോലെ ഒരു മെയിനായിട്ടുള്ളൊരു സാധനം, നമ്മുടെ സാധനം ഇടണം. ലിപ്സ്റ്റിക്ക്. അപ്പം ഇത് നമുക്ക് ഇടാം. നമ്മുടെ ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ മേക്കപ്പ് സാധനങ്ങളോ. അയ്യോ, നമുക്ക് പാക്കിങ് കഴിഞ്ഞു. എന്നാലും കുറച്ചും കൂടി ഉണ്ട്. 10 പാക്ക് ചെയ്യാം. അപ്പം നമുക്ക് പോയിട്ട് വരാം. നമ്മളെങ്ങനെ ഒറ്റപ്പാലം സ്റ്റാൻഡിലെത്തി. ഇനി നമ്മൾ നമ്മുടെ ബസ് നോക്കാം. നമ്മുടെ ബസ് കൊടുങ്ങല്ലൂർ. നമ്മൾ ബസ്സിൽ കയറി. അങ്ങനെ നമ്മൾ പോവുകയാണ് ഒറ്റപ്പാലം ടു കൊടുങ്ങല്ലൂർ. നമ്മുടെ ബസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:30 ഇറങ്ങിയ ബസ് കൊടുങ്ങല്ലൂർ 9:30 എത്തും. 3 മണിക്കൂർ ട്രാവലുണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂരെത്തി. ഇനി നമ്മൾ അഴീക്കോട് ബസ് കയറാം. അങ്ങനെ നമ്മൾ അഴീക്കോട് ബസ് കയറി പുത്തമ്പള്ളി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ബീച്ചിലോട്ടേക്ക് പോകാം. അവിടെയാണ് എൻ്റെ വീട്. നീ എന്തൊന്നാണ് ഇതൊക്കെ ഇടുക്ക് ഗൈസ്. നമ്മുടെ വെളിച്ചൻ്റെ പാർക്കിലാണ്. ഇതാണ് പാർക്കിൽ വീട്. നമ്മൾ പാർക്കിൽ വന്നതാ. ഓടിയൻ്റെ കോക്കാച്ചി. നമ്മ പാലക്കാട്. നമ്മുടെ കലണ്ടർ. സുന്ദരി സുന്ദരൻ. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഹായ് ഹലോ. ഇതാണ് പാർക്കല് വീട്. ഇത് നമ്മുടെ ഡാഡി ഹായ് പറയൂ. ഇതാണ് നമുക്ക് വീട്ടിൽ കാണും. വരൂ. വാവ്, സൂപ്പർ. സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്. ഇത് TV പോയിന്റ്. വാഷ് ബേസ് കിടക്കി അല്ലേ. ഇത് മാസ്റ്റർ ബെഡ്റൂം. സൂപ്പറല്ലേ. ഇത് ബാത്റൂം. ഗുഡ് യാർ. ഇതൊന്നാമത്തെ റൂം. ഇത് മേലെയിലിട്ടുള്ള സ്റ്റെപ്പ്. ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ല. നാളെ മറ്റന്നാളാണ് ഇവിടെ പാർക്കിൽ. ഇത് വേറെ. ഇത് നൈസായി ഇരിക്കാനുള്ള ബാൽക്കണി. ചെറിയ ബാൽക്കണി. ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഈ ബാത്റൂം നൈസാണ്. ഗുഡ് അല്ലേ. ബാത്റൂം ഗുഡാണല്ലേ. ഇത് ഇഷ്ടപ്പെട്ടു. ഇതിവിടെ നിന്ന് പുറത്ത് നോക്കിയാൽ നമ്മളുടെ കടപ്പുറം കാറ്റ് കിട്ടും. അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 3ാമത്തെ ബെഡ്റൂം. ഇത് 3ാമത്തെ ബെഡ്റൂം. ഗുഡ്. ഏതേയും ഒരു ബാത്റൂം ഇருக்கு അറ്റാച്ച്ഡ്. ഗുഡ് യാർ. ഇനി കിച്ചൺ. ഒരു വീടിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലമാണ് കിച്ചൺ. ഇവിടെയും ഒരു വാഷ് ബേസിൻ, അവിടെ ഒരു വാഷ് ബേസിൻ. ഇത് അടുപ്പ്. പുകയില്ലാത്ത അടുപ്പ്. ചിമ്മിനി.
ഇത് മേലെ സീലിംഗ്. ഇത് എൻ്റെ രണ്ടാമത്തെ വിളിച്ചൻ്റെ വീട്, ഇത് എൻ്റെ മൂത്ത വിളിച്ചൻ്റെ വീട്, അത് എൻ്റെ വീട്. ഡാഡിക്കുൾ ഹായ് പറ. ഇവിടെ ഒരു ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ കുറച്ച് പണി സാധനങ്ങൾ ഇരിക്കാനും കുറച്ച് സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു വലിയ വെള്ളം ടാങ്കും ഉണ്ട്. ഇത് പന്തൽ. നാളെ ഇവിടെയാണ് സദ്യയാണോ ബിരിയാണിയാണോ എന്നറിയില്ല. എന്നൊരു പാർക്കിൽ കൂടെ പോകുന്നു. നമ്മൾ പാർക്കിൽ വന്നേക്കുന്നത് വെള്ളിച്ചൻ്റെ പാർക്കിൽ. അതാ നോക്കൂ, കുട്ടിപ്പട്ടാളം ഹായ് കൊടുക്കൂ. ഇതാണ് നമ്മുടെ പാർക്കിൽ വീട്, എൻ്റെ മൂത്ത വലിച്ചൻ്റെ വീട്. ഇത് രണ്ടാമത്തെ വലിച്ചൻ്റെ വീട്. പറ ഹായ്. മീൻ പിടിക്കാൻ പോണ്ടേ നമുക്ക് എന്തൊക്കെ മീനാ കിട്ടിയെന്ന് പറഞ്ഞേ. കൊഞ്ചി, ചെമ്മീൻ, കോര, കതിരാൻ, മീൻ നമുക്ക് മീൻ കിട്ടുന്നു. വല ഇട്ടിട്ട് കിട്ടി. മീനൊക്കെ കാണിച്ചു തരാട്ടോ. എല്ലാം ഞങ്ങൾ കറി വെക്കാൻ പോകും. ഗൈസ്, നമ്മൾക്ക് ഇന്ന് വലയിട്ട് കിട്ടിയത് നോക്കൂ. കൊഞ്ച്, വെള്ള കൊഞ്ച്, സൂപ്പർ സാധനം. ഇതെന്താണെന്നറിയോ? ദിസ് വൺ ഈസ് ഷാർക്ക്. ഷാർക്കിന്റെ വേറൊരു രൂപം. ഇത് സക്കർ. ഇത് തെരണ്ടിയുടെ വാല് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തെരണ്ടി വാലുകൊണ്ടിരിക്കും. അത് കിട്ടിയാൽ നല്ല സുഖമായിരിക്കും. സോ നമ്മൾ അതിൻ്റെ വാലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തെരണ്ടി മാമൻ, ലൈവ് തെരണ്ടി. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? 1, ഇത് തെരണ്ടിയുടെ കുഞ്ഞ്, 2, 3, 4, 5. ഇത് വേറെ ഞണ്ട്, സ്മോൾ ഞണ്ട്, കുഞ്ഞു ഞണ്ട്. ഇത് കൂരി, തെരണ്ടി 6 ഇത് കൂരി. കണ്ടോ? ഇത് കൂരി. ഇതാണ് കുരിയുടെ മുട്ടയുണ്ടെങ്കിൽ വീർത്തിരിക്കുന്നുണ്ട്. ഇത് ലൈക്ക് എന്താ മീന? കതിരാൻ. ഇതെന്താ മീനാന്ന് എനിക്കറിയില്ല. വേറെ വെറൈറ്റി മീന, മത്തി ഒന്നുമല്ല അത്. കൈസ്, ഇതാണ് നമ്മൾക്ക് ഇന്ന് കടലിൽ മീൻ വാലയിട്ടപ്പോൾ കിട്ടിയത്. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ കാണാം. നമ്മൾ ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. നമ്മളെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു. നോക്കൂ, നമ്മൾ ജ്യൂസ് കുടിക്കാൻ വന്നതാ. നമ്മൾ വീട്ടിലെത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അവിലുണ്ട്, മീൻ വറുത്തതുണ്ട്, സാമ്പാറുണ്ട്, ചോറുണ്ട്, ഞണ്ട് റോസ്റ്റുണ്ട്. ഇതെന്താ? മീൻ വറുത്തത്. അങ്ങനെ നമ്മൾ വൈകുന്നേരമായപ്പോൾ ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി. വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് മീൻ പിടിക്കാൻ. നമ്മുടെ വ്യൂ നോക്ക്, കടപ്പുറതാ. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. വൈകുന്നേരം സമയത്ത് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കണ കാണാനായിട്ട് നല്ല രസമാണ്. ഈ ഒരു വൈബിൽ മീൻ പിടിക്കാൻ. ഇപ്പോൾ കടൽ ഭയങ്കര കുറവാണ് കേട്ടോ. അതായത് കടൽ വെറ്റിക്കിടക്കുക. നമുക്ക് നല്ലതായിട്ട് ഇതുണ്ടാകും, കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങാം കുറച്ച്. ഇത് അച്ഛൻ പിന്നെയും വലയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വല വീശുന്നുണ്ട്, പിന്നെ വല വെക്കുന്നുണ്ട്. അപ്പോൾ വീശിയപ്പോൾ അധികം കിട്ടിയൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് വെച്ചപ്പോൾ ഞണ്ട് കിട്ടിയായിരുന്നു കുറച്ച്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കടലിൽ കുറച്ച് നേരം കളിച്ചു. കടൽ കുറവായതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് സേഫാണ്. പിന്നെ നമ്മൾ ഞണ്ട് കിട്ടി, അത് എല്ലാവർക്കും കൊടുത്തു, വീട്ടിലേക്ക് പോന്നു. നമ്മളിവിടെ കൃഷ്ണനെ മേടിച്ചു. ഇത് നീതു ജീവി ചിരിക്കണത് പറഞ്ഞു, എന്നെ കുറ്റം പറഞ്ഞു, എല്ലാം വിടുഞ്ഞു. ഇതെവിടെയാണ് വെക്കണ കൃഷ്ണന? കൃഷ്ണന്, ഇത് നമ്മുടെ കൃഷ്ണൻ ഫ്രം ഗുരുവായൂർ. അത് അയ്യോ, അത് പൊട്ടിയല്ലേ, പൊരിഞ്ഞോ? ദക്ഷിണ
ഞാൻ പോയിക്കട്ടെ കിട്ടും. ഇവിടെ കൃഷ്ണനുണ്ട്, പുതിയ കൃഷ്ണൻ, സുന്ദരൻ. നമുക്ക് നാളെ ഗണപതി ഹോമത്തിൽ പങ്കുചേരാം. ഹോമത്തിനുള്ള സെറ്റിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നാളെ നമുക്ക് ഗണപതി ഹോമം കാണാം.